ഇങ്ങനെ കരയണേ? കരയണതല്ലടി, ഉള്ളി നേരാക്കുമ്പോ കണ്ണില് വെള്ളം വന്നതാ. പിന്നെ ഉള്ളി നേരാക്കുമ്പോ കണ്ണീന്ന് വെള്ളം വന്ന് എനിക്കറിയാം എന്താന്നുള്ളത്, കണ്ടാ മനസ്സിലാവും. ഈ ചായ അങ്ങ് കുടിച്ചേ. അപ്പൊ പിന്നെ വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചായ ഇടണ എന്തിനാ? ഇറങ്ങില്ലടി. ഇതിപ്പോ ആരോ എന്തോ ചെയ്ത പോലെ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പത്തിപ്പഴം പൂത്തപ്പോ കൊറ്റിക്ക് വായ്പുണ്ടെന്ന് പറഞ്ഞ പോലെ. എന്താ ചെയ്യണം? അമ്മാവൻ തന്നെ ഒരു വഴി പറ, അല്ലെങ്കിൽ ഞാൻ പറയണ പോലെ കേൾക്കാൻ പറ്റും അമ്മാവന്? എന്താ? അതെ, അതാണ് കാര്യമായിട്ടുള്ള കാര്യം. അതായത് ആരെ ഒന്നും നോക്കണ്ട, അങ്ങോട്ട് ഒളിച്ചോടിയേക്ക്. എന്ത് ഒളിച്ചോടണോന്ന് അനുഭവസ്ഥയെ പറയണത് ഏറ്റവും നല്ല വഴി. അത് ആരും മുഖം നോക്കേണ്ട കാര്യമില്ല. ഓടിയാണെന്ന് കുടുംബം കുട്ടികളെന്നൊക്കെ കരുതിയിട്ട് വീട്ടുകാര് അപമാനം വേണ്ട, കുടുംബത്തിന്റെ മാനം കളയരുതെന്ന് കരുതി എത്രയും കാലം അങ്ങനെ ഒരു ചിന്തയില്ലേ? അങ്ങനെ കരുതിയാൽ ഇപ്പൊ പിന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാനം പോലല്ലേ? അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവരും സമ്മതത്തോടെ ഒരു കല്യാണം കഴിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കണതിൽ തെറ്റൊന്നുമില്ല. ഇതിപ്പോ കരയ്ക്കും പോവില്ല, വഞ്ചിക്കും പോവില്ല, ഒളിച്ചോടാൻ പറഞ്ഞാൽ അത് പറ്റൂല. എന്നാ പിന്നെ ഇവരെ ആരെയും നോക്കാതെ കനകനെയും ക്ലീറ്റോനെയും പറഞ്ഞ് സമ്മതിപ്പിക്കണം, അതും പറ്റണില്ല. അവർക്കൊക്കെ അവരവരുടെ കാര്യമല്ലേ വലുത്. ഞാൻ എന്തായാലും എനിക്കാരുമില്ല, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നില്ലല്ലോ. എനിക്ക് പെങ്ങളുണ്ട്, അവരുടെ മക്കളുണ്ട്, മരുമക്കളുണ്ട്, കുടുംബമുണ്ട്. ചാവുന്നവരെ അവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് കരുതിയിട്ടാ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ട് അവരെ സമ്മതത്തോടെ കെട്ടാന്ന് തീരുമാനിച്ചു. ഒരു കാര്യം തീരുമാനിച്ചു, ഒരു കുട്ടീനാ മനസ്സുകൊണ്ട് അത്ര ഇഷ്ടപ്പെട്ടുള്ളൂ. കല്യാണം കഴിച്ചൊരു ജീവിതം ഉണ്ടെങ്കിൽ അവളുടെ കൂടെ. അമ്മാവൻ വിഷമിക്കാതെ ഈ ചായ കുടിച്ചേ, കുടിച്ചേ. അമ്മാവന് സംഗതി നടന്നാ പോരെ? എന്തെങ്കിലും ചെയ്യുന്ന വൈകുന്നേരം ആവട്ടെ, അവരിങ്ങ് വരട്ടെ, ഇത് കുടിക്കേ. നിങ്ങളതിന്റെ പേരിൽ തെറ്റൊന്നും വേണ്ട, നടന്നാ നല്ലത്. അമ്മാവൻ തെറ്റണ കാര്യവും അല്ലാത്ത കാര്യമൊന്നും ചിന്തിക്കണ്ട, നോക്കട്ടെ എന്തെങ്കിലും വഴി ഉണ്ടാവും. അമ്മാവൻ ചായ കുടിക്കാം. അമ്മാവൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഫോൺ ചെയ്തിട്ട് പറഞ്ഞതാ, ഗിരിരാജേട്ടനും എൻ്റെ മകനും വലിയച്ഛൻ രാമേന്ദ്രേട്ടനും തമ്മിൽ ഇത്ര വൈരാഗ്യം അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അയാളെ വിളിക്കില്ലായിരുന്നു. പാവം. എന്ത് ചെയ്യാനാ, നമ്മളും അറിഞ്ഞില്ലല്ലോ ഇപ്പൊ ഇത്. അത് നിന്റെ കെട്ടിയനും അവനും മനസ്സിലാവണ്ടേ? എത്ര പറഞ്ഞാലും കേക്കണ്ടേ? നിങ്ങളെല്ലാരും കൂടി എന്തായാലും തീരുമാനിക്കും. അമ്മാവൻ ആദ്യം ചായ കുടിച്ചേ, എന്നിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. വൈകുന്നേരം ആവട്ടെ, അവര് വരട്ടെ. ഞാനല്ലേ പറയണേ. ഇന്നും കൂടി കാക്കും, ഇല്ലെങ്കിൽ ഗിരിരാജ ചെറുതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അയ്യേ.